ക്യാൻസർ രോഗബാധിതയ്ക്ക് നേരെ മോഷ്ടാവിന്റെ ക്രൂരത. ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാർ സമാഹരിച്ച നൽകിയ 16,000 രൂപ കവർന്നിരിക്കുന്നു. ഇടുക്കി അടിമാലി സ്വദേശിയായ ഉഷയെ കട്ടിൽ കെട്ടിയിട്ടുകൊണ്ട് വായിൽ തുണി തിരികെയാണ് പണം അപഹരിച്ചത്. പ്രതികരണം ഒന്ന് കേൾക്കാം. ഇതുമായി ബന്ധപ്പെട്ട ആദ്യം കീമോ കഴിഞ്ഞിട്ട് വന്നേ, രാവിലെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ കിടത്തുമായിരുന്നു. മയങ്ങി പോവുക. അന്നേരം ഈ വാഴ ഇറന്നിട്ട് തോർത്ത് മൊത്തം കയറ്റി വെച്ചു. ശരീരത്തിന് തന്നെ ശേഷിയില്ല. ഒരു തുറന്ന് മൊത്തം കയറ്റി വെച്ചിട്ട് ആ മുണ്ടെടുത്തിട്ട് തലയിലും കെട്ടി. അവിടെ കെട്ടി കഴിഞ്ഞ് പൈസ തരാൻ പറഞ്ഞു. പൈസ ഒന്നും ഇവിടെ ഇല്ലെന്ന് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ കാണിച്ചു. അപ്പൊ പൈസ തരാൻ പറഞ്ഞാൽ പിന്നെ ഇല്ലെന്ന് കാണിച്ചു കഴിഞ്ഞത് എന്റെ കട്ടിലിന്ന് വലിച്ച് ഇങ്ങോട്ട് അടിച്ചിട്ടിട്ട് ഈ കട്ടിന് കെട്ടിയിട്ടു. ഈ തുണി ഇട്ടു. കൊന്നു കളിയുള്ളെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ സാരിയുടെ മേലിൽ അലമാരിയിൽ ഇരിപ്പുണ്ട്, എടുത്തോളാൻ പറഞ്ഞു. ചികിത്സിക്കാൻ മാറുമല്ലോ, മരണത്തിന്റെ വക്കിലെത്തിയ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് തീരുമാനിച്ചു. പഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരെല്ലാം കൂടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ നിന്ന് പൈസ സമാഹരിച്ച് ചികിത്സയ്ക്ക് ആവശ്യമായ പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ അവസരത്തിലാണ് ഇപ്പോൾ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ ദയനീയമായ അവസ്ഥയാണുള്ളത്. ജീവിക്കുന്ന മാർഗമില്ല. 2 പെൺകുട്ടികളാണ്, രോഗിയെ ഭർത്താവ്, അവർ ചെയ്തു വരുന്ന കൂലിവേല ചെയ്തിട്ട് വേണം ജീവിക്കാൻ. അത്ര മോശമായ സാഹചര്യത്തിലുള്ള ജീവിക്കുന്ന ഇവരോട് ഇത്ര ക്രൂരമായ സമീപനം സ്വീകരിച്ചത്. നാട്ടുകാരന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ രണ്ടാമതായി കേട്ടത്. അങ്ങേറ്റത്തെ ക്രൂരതയാണ്, കണ്ണില്ലാത്ത ക്രൂരതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജെയിനസ് രാജു നൽകും വിവരങ്ങൾ. ജെയിൻ, അപ്പോൾ ക്യാൻസർ രോഗത്തിനായി ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ തന്നെ നാട്ടുകാർ സമാഹരിക്കുമെന്ന് പറയുമ്പോൾ അത്രത്തോളം ജീവിതാവസ്ഥ മോശമായ ഒരു സ്ത്രീയാണ്. അവരോടാണ് ഈ ക്രൂരത കാട്ടിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തോ? ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? പ്രജീഷ്, ചികിത്സാ സഹായത്തിന് മാത്രമല്ല ഇവരെ ഈ കുടുംബത്തെ നാട്ടുകാർ സഹായിക്കുന്നത്. ഈ കുടുംബത്തെ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഇവർക്ക് കിടക്കാൻ കിടപ്പാടമുണ്ടായിരുന്നില്ല. ഒരു ഇടുങ്ങിയ മുറിയിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇതിനെ തുടർന്ന് ഒരു സന്നദ്ധ സംഘടന ലീസിന് ഒരു വീടെടുത്ത് ഇവർക്ക് നൽകുകയും ആ വീട്ടിലാണ് ഇവർ ഇപ്പോൾ കഴിയുകയും ചെയ്യുന്നത്. അതിന് പുറമെ നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ഗാനമേള നടത്തിയും അതോടൊപ്പം തന്നെ ബക്കറ്റ് പിരിവ് നടത്തിയും ഒക്കെയാണ് പണം കണ്ടെത്തി ഇവരുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 6 വർഷമായി ഉഷ ക്യാൻസർ രോഗിയാണ്. അങ്ങനെ ദീർഘനാളായി രോഗശയ്യയിൽ കിടക്കുന്ന ഒരു സ്ത്രീക്ക് നേരെയാണ് അതിദാരുണമായ അതിക്രൂരമായിട്ടുള്ള ഒരു മോഷണ ശ്രമം, ഒരു കവർച്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. നാളെ അവരുടെ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് അവർ മാത്രമല്ല നാട്ടുകാർ പോലും ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിനെക്കുറിച്ച് ഉഷ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ ഇവരെ ലക്ഷ്യം വെച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഇവരുടെ രോഗാവസ്ഥയും ഇവരുടെ സാഹചര്യങ്ങളും അറിഞ്ഞു തന്നെയാണ് ഈ മോഷ്ടാവ് എത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഇതിനു മുമ്പ് ഒരു ദിവസം ഈ പറയുന്ന ആൾ, ഈ സംശയിക്കുന്ന ആൾ അവിടെ എത്തിയിരുന്നു. എന്നിട്ട് ഈ ചേച്ചിയെ സഹായിക്കുന്ന ഒരാളാണ് എന്ന് പറയുകയും ഈ പൈസ എപ്പോഴാണ് എടുക്കുന്നത്, പൈസ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മടങ്ങി പോവുകയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഇവർ പറഞ്ഞു ചികിത്സയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും അവരുടെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പണം ഇട്ടിരിക്കുന്നത്. ചികിത്സയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കീമോ ചെയ്യാൻ പോകുമ്പോൾ മാത്രമാണ് പണം എടുത്തുകൊണ്ട് പോകുന്നത് എന്നവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇതെല്ലാം മനസ്സിലാക്കി ഇന്നലെ അവർ കീമോയ്ക്ക് പോയിരുന്നു. ഇന്നപ്പോൾ പണം വീട്ടിലുണ്ടാകും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് മോഷ്ടാവ് രാവിലെ 7:30 കൂടി വീട്ടിലെത്തുന്നത്. ആ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കൂലിപ്പണിക്കാരനായ ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. മകൾ തൊടുപുഴയിലെ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുട്ടികളെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അയൽവാസികളാണ് ഇവരെ ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്യുന്നത്. അങ്ങനെ ഇവരെ കെട്ടിയിട്ട് വായിൽ തിരി തുണിക്കുകയാണ് ഈ മോഷണം നടത്തിയത്. സമീപത്തുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ളൊരു മിനി ലാലു ഉണ്ട്. അവരുടെ മകനാണ് രാവിലെ ഇവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആരോഗ്യം. ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങേയറ്റത്തെ ക്രൂരതയാണ്, മനസ്സ് അലിവില്ലായ്മയാണ്. കാരണം ക്യാൻസർ ബാധിതയായ ഒരു സ്ത്രീയെ നാട്ടുകാരൊക്കെ തന്നെ സ്വരുക്കൂട്ടി നൽകിയ പണം അത് കെട്ടിയിട്ട് കവർന്നു എന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്.